ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മളുള്ള കൊല്ലം ജില്ലയിൽ തന്നെ അഞ്ചൽ കുളത്തുപാഴ റോട്ടിലുള്ള കുടുക്കത്തുപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിന്ന് വന്നിരുന്നത്. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ എക്കോ ടൂറിസം ഇതിൽ കവർ ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരു അടിപൊളി സ്ഥലമാണ് കുടുക്കത്തുപാറ. അപ്പം ഇതാണ് നല്ല പ്രകൃതി രമണീയമായ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ, നല്ല മരങ്ങളും അക്കേഷ്യയും റബ്ബറും നെല്ലിയും എല്ലാമായിട്ടുള്ള നല്ലൊരു ഏരിയ ആണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി കവർ ചെയ്യുന്നത്. നമുക്കപ്പം അകത്തേക്ക് പോവാം. ഓക്കെ, കമോൺ. നമ്മളപ്പോൾ കുടുക്കത്തുപാറ എക്കോ ടൂറിസത്തിലേക്ക് പോകുന്ന വഴിയായത്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ സ്ഥലം. എൻ്റെ കൊല്ലം. ഏതിലാ പോകുന്നത് നമ്മള്? ഇതിലോ? പോയിട്ട് എടുത്തോട്ട് ഒരു കോൺക്രീറ്റ് വഴിയുണ്ട്. അവിടുന്ന് പിന്നെ സ്റ്റെപ്പാ. ഈ മൃഗങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ? അല്ല, ഇത് ചുമ്മാ ഇതൊക്കെ ഉള്ളിലോട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഒന്നുമില്ല. കുരങ്ങനും ഈ മലയെണ്ണാനും പിന്നെ മാനും. അത് മാനൊന്നും ഇറങ്ങത്തില്ല, കാട്ടിനുള്ളിൽ തന്നെ നടക്കും. കുരങ്ങന്മാരൊക്കെ ചിലപ്പോ. കുടുക്കത്തുപാറ. ഈ കുടുക്കത്തുപാറ എന്ന് പറയുന്നത് നമ്മുടെ കുളത്തൂപ്പുഴ ആയൂർ കുളത്തൂപ്പുഴ റോട്ടിൽ നിന്ന് ആലഞ്ചേരിയിൽ നിന്ന് തിരിഞ്ഞ് ഒരു 11 കിലോമീറ്റർ അല്ലേ, ഒരു 11 കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നു കഴിയുമ്പോഴാണ് ഈ കുടുക്കത്തുപാറ എക്കോ ടൂറിസം ഇവിടെ വരിക. ഇവിടെ ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ്. പിന്നെ കാറിന് 40 രൂപ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഇതിലാണ് അകത്തോട്ട് പോകുന്നത്. അപ്പം നമ്മൾ അകത്തേക്ക് പോവുക. കണ്ട, 2 സൈഡും റബ്ബർ മരങ്ങൾ, അടിപൊളി ഏരിയ. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ അകത്തോട്ട് പോയി കഴിഞ്ഞ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ നടന്നു വേണം പാറ കയറാൻ. ഇത് ആയൂരിൽ നിന്ന് നമ്മുടെ കുളത്തുപുഴ പോകുന്ന റോട്ടിൽ ആലഞ്ചേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ റൈറ്റിലോട്ട് ഒരു 11 കിലോമീറ്റർ. ഇത് അധികം ആർക്കും അങ്ങനെ അറിയാൻ വയ്യാത്ത ഒരു എക്കോ ടൂറിസം സെന്ററാണ് നിങ്ങൾക്കായി ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതൊരു ചെറിയ ഓഫ് റോഡ് ടൈപ്പ് വഴിയാണ്. ആരുമില്ല ഈ വഴിയിലൊന്നും, ആരുമില്ല. ഇതൊരു വിജനമായ ഒരു റോഡാണ്. ഇവിടെ ഒരു ബോർഡുണ്ട്, മദ്യപാനം പുകവലി കർശനമായി നിരോധിച്ചിരിക്കുന്നു. കേരള വനവകുപ്പ്, വന്യജീവി വകുപ്പ്. റോഡൊക്കെ
മോശമാണ്, എന്നാലും നമ്മൾ ട്രൈ ചെയ്യാം. കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഒരു ചെറിയൊരു വണ്ടിക്ക് കഷ്ടിച്ച് പോകാവുന്ന ഒരു വഴിയാണിത്. ഇതാണ് കുടുക്കത്തുപാറ കാവ്. നമ്മൾ കുടുക്കത്തുപാറയിലേക്ക് പോകുന്ന വഴിക്കാണ് ഇവിടെ ഒരു കാവുണ്ട്. കണ്ടത്, കാടിൻ്റെ അകത്തൊരു കാവ് കണ്ട. അവിടെ വിളക്കൊക്കെ വെച്ച് ആരാധനയൊക്കെ ഉള്ള ഒരു കാവാണിത്. ഉച്ചക്ക് ഒരു ഉദ്ദേശം 2 മണിയാകുന്നു. പക്ഷെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഒരു 6-6:30 ആകുന്ന പോലെ ആയിട്ടുണ്ട് ഇരുട്ട്. ഒരു തിക്ക് ഫോറസ്റ്റ് ആണ്. ഒരു മരം നോക്കിയ ഒരു ഒറ്റ മരം പോയേക്കുന്നത് അതിമനോഹരമായ. ഇത് കണ്ട, ഒരു മരം ഇങ്ങനെ പോയേക്കുക. ഇതൊരു ഒറ്റ മരമാണ്. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള മരമെന്നാണ് പറഞ്ഞത് ഇവിടെ. ഭയങ്കര കാടാണ്. ഇത് അടിപൊളി സ്ഥലമാണ് കേട്ടോ. നിങ്ങളെല്ലാം ഒരു പ്രാവശ്യം ഇവിടെ വന്ന് കാണേണ്ടതാണിത്. എക്കോ ടൂറിസമാണ്. നമ്മുടെ കേരള സർക്കാരിൻ്റെ എക്കോ ടൂറിസം പദ്ധതിയിൽ പെടുത്തിയിട്ടുള്ളതാണ്. ഇവിടം വരെ വണ്ടി വരുള്ളൂ. നമ്മുടെ വണ്ടികൾ ഇവിടം വരെ വരുള്ളൂ. പിന്നെ ഇവിടുന്ന് നമ്മൾ നടന്നാണ് പോകേണ്ടത്. ഇവിടെയാണ് കുടുക്കത്തുപാറയുടെ പാർക്കിംഗ്. വണ്ടികളിലൊക്കെ വന്നു കഴിയുമ്പോൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടുന്ന് പിന്നെ നമ്മൾ ഒരു 360 അല്ല ചേട്ടാ, 360 സ്റ്റെപ്പുകൾ കയറുമ്പോൾ അവിടെ എന്താണ് പാറ വ്യൂ പോയിന്റ് ആണ്. വ്യൂ പോയിന്റ് 4 ജില്ലകൾ: പൊന്മുടി, ജടായുപ്പാറ, പിന്നെ വലിയവരുടെ അടിയിൽ സായിപ്പിന്റെ ഗുഹ. അങ്ങനെ വ്യൂ പോയിന്റ് കൂടുതലും. അത് നമുക്ക് കാണാനുള്ള ബോർഡുകളൊക്കെ ഉണ്ട് അല്ലേ? നിന്ന് കാണാനുള്ള കൈവരിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി 850 മീറ്റർ ഉയരമുള്ള ഈ പാറ, അതിൻ്റെ മുകളിൽ ആരും കയറിയിട്ടില്ല. ഓ, ഇത് 850 മീറ്റർ ഉയരമുള്ള പാറയാണ് ഇവിടെ. ഈ തറ ലെവലിൽ എന്തുകൊണ്ട് കണ്ട് കാണുന്നതാണ്. അതിൻ്റെ ഒരു കറക്റ്റ് വ്യൂ നമുക്ക് അവിടെ നിന്നെല്ലാം കിട്ടുമോ? അങ്ങനെ കിട്ടുമല്ലേ? ട്രെയിൻ പാറ എന്നോ തിമംഗലം എന്നോ പറയാം. ഇതൊരു ഒറ്റ പാറ, ട്രെയിൻ പാറ, തിമംഗലം പാറ എന്നൊക്കെയാണ് ഇതിനെ വിളിക്കുന്നത്. കണ്ട, അതിമനോഹരമായ ഒരു സ്ഥലം. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോവാം. ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ.
അട്ടയുണ്ടോ ഇവിടെ? ആ ആ ആ ആ മറ്റേ കടിക്കുന്ന അട്ടയില്ല, മറ്റേ സാധാരണ അട്ടയുണ്ടെന്നാണ് പറഞ്ഞത്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ കസിൻ കിരണാണ്. കിരൺ ഒരു ഹായ്. നമ്മൾ 360 സ്റ്റെപ്പ് കയറണമെന്നാണ് പറഞ്ഞത്. എല്ലാം വലിയ വലിയ സ്റ്റെപ്പാട്ടാ. ഇത് മറ്റൊരു അഡ്വഞ്ചർ ഏരിയ കണ്ടില്ല, ഒരു വള്ളി തൂങ്ങി കിടക്കുന്നു. അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. അവിടെയൊക്കെ വലിയ മുട്ടൻ പാറകളാണ്. അപ്പം നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കുത്തനെയുള്ള കയറ്റമായത്, കുത്തനെ കണ്ടില്ലേ, ഒരു കംപ്ലീറ്റ് പാറ വെട്ടി ഇങ്ങനെ കുത്തനെ. അണച്ച ഉപ്പാടെത്തിയിട്ട. കിരൺ പുഷ്പം പോലെ കയറി പോകുന്നുണ്ട്, ഞാനും കയറാം. ഇതാണ് ആ പറഞ്ഞ 650 അടി പൊക്കമുള്ള പാറ. ഇതിൻ്റെ മുകളിൽ ആരും ഇതുവരെ കയറിയിട്ടില്ല. നമ്മളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുവാണ്. കിരൺ ക്ഷീണിച്ച്. ഇവിടെ വരുന്നവർ വെള്ളം മേടിച്ചോണം കേട്ടോ, ഇവിടെ കടകളൊന്നുമില്ല. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വന്നപ്പം ആ ചേട്ടൻ ചോദിച്ച് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടോയെന്ന്. അങ്ങനെയാ പോയി വെള്ളം മേടിച്ച്. കിരൺ നമുക്ക് ഇച്ചിരി വെള്ളം കുടിച്ചാളയാ. ഞാൻ മിക്ക വർഷം ശബരിമലയ്ക്ക് പോകുന്നതാണ്. ശബരിമല കയറ്റം ഇത്രയും പാടില്ല, ഇത് ഭയങ്കരം. എല്ലാവർക്കും നല്ലൊരു എക്സസൈസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് കയറാം ഇനി. ഇവിടെ ഓരോ സ്റ്റെപ്പ് കയറി വരുമ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ, ബെഞ്ച് പോലെ. ഇവിടെ വേറെ ഒരു എന്തോ ഏരിയ, അത് നമുക്ക് പോയി നോക്കാം. ഇവിടെ ചെറിയ ചെറിയ പാറകളാണ്. ഒരു ട്രീ ഹൗസ് പോലെ. നമ്മളിപ്പോൾ ഇവിടെ ഒരു ചെറിയ പാറയുടെ മുകളിൽ കയറി വന്നേക്കാം. ഇവിടെ നിന്ന് എന്താ അടിപൊളി വ്യൂ. വാ, കണ്ടോ, അടിപൊളി സീൻ. നമ്മൾ വയനാട് മൂന്നാറിന് പോലെ തന്നെ സ്ഥലങ്ങൾ നമ്മുടെ കൊല്ലത്ത് കണ്ടില്ലേ, അടിപൊളി. അവിടെ താഴോട്ട് അവിടം വരെ നമുക്ക് പോകാം. കണ്ടോ, അടിപൊളി വ്യൂ ഉണ്ടായിരുന്നു ഇവിടെ. കണ്ടോ, ഇവിടെ വലിയൊരു കൊക്ക.
കണ്ടില്ലേ, അടിപൊളി. ഇത് നമ്മുടെ വയനാട് മൂന്നാറിലൊക്കെ പോലെ തന്നെ കേട്ടോ, അടിപൊളി. നമ്മുടെ കൊല്ലത്ത് തന്നെ നമ്മുടെ അടുത്ത് തന്നെ ഹിഡനായിട്ട് കിടക്കുന്ന ഒരു എക്കോ ടൂറിസം ഏരിയ ആണിത്. എല്ലാവരും ഇവിടെ ഒരു പ്രാവശ്യം വരാൻ ട്രൈ ചെയ്യുക. ട്രക്കിങ്ങിനായിട്ട് പറ്റിയ ഒരു ഏരിയ ആണ്. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കണം, വെള്ളവും ആവശ്യമുള്ള സാധനങ്ങളും ഇങ്ങനെ എടുക്കണം. കാരണം കുറേ കയറി കഴിയുമ്പോൾ നമ്മൾ കഴിച്ചൊക്കെ ദഹിച്ചിട്ടുണ്ടാവും. അപ്പോൾ ചിലർക്ക് വിശക്കും, ദാഹിക്കും. അപ്പോൾ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ കരുതുക. അപ്പോൾ നമുക്കിനി അടുത്ത പാറപ്പുറത്തേക്ക് പോവാം. ഇത് നെല്ലിമരമാണ്. ഇവിടെ ഒരു നെല്ലിമരമുണ്ട്. ഇവിടെ തറയിലൊക്കെ നെല്ലിക്ക കിടക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതൊരു നെല്ലിമരം. നമ്മളിപ്പം വേറെ ഒരു പാറയുടെ മുകളിലേക്ക് പോവുക. ഇതാണ് അവിടെ തൊട്ടുള്ള വഴി. കണ്ടില്ലേ, ഇതിലെ കയറി അതിലെ വന്ന് ഈ പാറ വരെയാണ് വരേണ്ടത്. ഇനി ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ മുകളിൽ ഇനി കയറാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മുകളിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ വേറൊരു സ്ഥലത്ത് നമ്മൾ പാറയുടെ അവിടെ എത്തിയേക്കുവാണ്. ഓ മൈ ഗോഡ്, ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി സ്ഥലം. ഇത് നോക്ക്, ഇവിടെ ഒരു പാറയുടെ പുറത്താണ്. ഇവിടെ കണ്ടില്ലേ, വെള്ളമൊക്കെ കുറച്ച് കെട്ടിയിപ്പുണ്ട് മഴ പെയ്തപ്പോൾ ഉള്ള. വളരെ അടിപൊളി സ്ഥലമാണ് കേട്ടോ. മൈ ഗോഡ്, ഇതാണ് ആ 650 അടി പൊക്കമുള്ള പാറയും അതിൻ്റെ താഴോട്ടൊരു കൊക്ക. ഇവിടെ വീണ് കഴിഞ്ഞാൽ പൊടി പോലും കണ്ടു കിട്ടൂല കേട്ടോ. അടിപൊളി സ്ഥലം. എന്താ അവിടെയൊക്കെ കോട ഏറിയ പോലെ. നട്ടുച്ച സമയമാണ്. പ്രകൃതി രമണീയമായ സ്ഥലം. ഇത് കൊല്ലത്ത് തന്നെയാണ് ഈ സ്ഥലമെന്ന് നമ്മൾ ആരോടും പറഞ്ഞാലും വിശ്വസിക്കില്ല കേട്ടോ. കണ്ടില്ലേ, അവിടെ കിരൺ അവിടെ റെസ്റ്റ് എടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കയറാം. അപ്പോൾ ഈ സ്ഥലമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളെല്ലാം വരിക, ഇവിടെ വന്ന് ഇത് കാണുക, നമ്മുടെ സർക്കാരിൻ്റെ എക്കോ ടൂറിസം പ്രൊമോഷൻ ചെയ്യുക. ഇവിടെയും കുറേ സ്റ്റാഫുകളുണ്ട്. അപ്പോൾ അവരുടെ ജീവനമാർഗമാണിത്. അപ്പോൾ നമ്മൾ ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് പ്രോത്സാഹിപ്പിക്കുക. നമ്മളപ്പോൾ ഇനി വേറെ ഒരു പാറയിലേക്ക് കയറുക. ഇവിടെ സ്റ്റെപ്പൊന്നുമില്ല കേട്ടോ. അപ്പം ഈ ഇവിടെ പിടിച്ച് ഇങ്ങനെ കയറുക. വാ, മൈ ഗോഡ്. ഓ, ഇത് പേടിയാവും കേട്ടോ. ഇതോ സ്റ്റെപ്പൊന്നുമില്ല, ഇതിലിറങ്ങി അങ്ങോട്ട് പോകണം. മഴയൊക്കെ പെയ്യുന്ന സമയത്താണെങ്കിൽ പണി കിട്ടും, പായലൊക്കെ ഉണ്ടാവും. അടിപൊളിയല്ല.
ഉണ്ടോ ആ പാറയുടെ മുകളിൽ ഇവിടെ അതിൻ്റെ മുകളിലാണ് ആരും കയറാത്തത് വരെ. താഴേന്ന് 650 അടി. ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ കുറുക്കത്ത് പാറയുടെ മുകളിലെത്തി. എല്ലാ പാറയുടെയും മുകളിൽ കയറി ഞാൻ നിങ്ങളെ കാണിച്ചു തന്ന്. നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ ആയൂരിൽ നിന്ന് കൊളുത്തുപുഴയ്ക്ക് പോകുമ്പോൾ ആലഞ്ചേരിയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് ആലഞ്ചേരി ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിയുക. അവിടുന്ന് ഏകദേശം ഒരു 10-11 കിലോമീറ്റർ പോയി കഴിയുമ്പോഴാണ് ഈ പാറ കാണുന്നത്. ഇത് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എക്കോ ടൂറിസം പദ്ധതിയിലുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. എക്കോ ടൂറിസം. ഒരുപാട് പാറകളും നല്ല അതിസുന്ദരമായ ഒരു സൈറ്റാണിത്. അപ്പം ഇതാണ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്ന. നമ്മളിവിടെ തന്നെ ഇനിയും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്. ടിൽ ദെൻ ബൈ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. സീ യു.